ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ അത്ര നല്ല മൂഡിലല്ല, പക്ഷേ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് കുറച്ച് കമൻസിന് റിപ്ലൈക്ക്. ഇപ്പം ഇന്നത്തെ കമൻസിന് ഞാൻ കമൻസ് റിപ്ലൈ ആണ് ട്വിൻ ഫ്ലെയിം ജേണിയുടെ. ചിലർ ഇന്നർ വർക്കിനെ പറ്റിയിട്ട് കമൻറ്റ് ചോദിച്ചിരുന്നു. ഇതിന് മുന്നേയും കുറേ തവണ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുകൊണ്ട് പലപ്പോഴും ഇവിടെ വന്ന് പറയാൻ ബുദ്ധിമുട്ടും മടിയൊക്കെ തോന്നും. അപ്പം കുറേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പം എനിക്ക് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യണം തോന്നിയുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. യൂട്യൂബ് ചാനലിൽ ഒരു സ്പെസിഫിക് കോണ്ടൻറ്റ് നിങ്ങൾ പിടിക്കുന്നു. ഒരു 8-10 വീഡിയോയ്ക്ക് സാധ്യത മാത്രമുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ക്ഷാമം വരുന്നു. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്പിരിച്വാലിറ്റിയെ ടച്ച് ചെയ്യുന്നു. സ്പിരിച്വാലിറ്റി ബന്ധപ്പെട്ട് നമ്മൾ മെഡിറ്റേഷനും ആസ്ട്രൽ ഹീലിങ്ങും ആസ്ട്രൽ പ്രൊജക്ഷനും നിങ്ങളുടെ ട്രോമ ഹീലിങ്ങും നിങ്ങളുടെ ചക്ര ഓപ്പണിങ്ങും ഒക്കെ നിങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഇതിനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ അടുത്ത സെല്ലിങ്. അപ്പം എനിക്ക് സംബന്ധിച്ച് എൻ്റെ ഭയങ്കര ഡിലേ ആണ് എൻ്റെ എല്ലാ മോസ്റ്റ്ലി വീഡിയോസിന്. വേറെ ഒന്നുമല്ല കാര്യം, എനിക്ക് കണ്ടതിന് ക്ഷാമമുണ്ട് നല്ല. അപ്പം അതുകൊണ്ടാണ് ഡിലേ ഉണ്ടാകുന്നത്. എനിക്കും ചിലപ്പോൾ ഒക്കെ ചെയ്യണം തോന്നാറുണ്ട്. എന്നാൽ പിന്നെ അത് പറഞ്ഞാലോ, എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താലോ. പിന്നെ ഞാൻ വിചാരിക്കും അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ, ഇങ്ങനെയാണോ, അത് കറക്റ്റ് അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്. ഇന്നർ വർക്കൊക്കെ ഗ്രാജ്വലി ഓർഗാനിക്കലി നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഈ ട്രോമ ഉണ്ട് എന്ന് പറയുന്നില്ലേ, ഈ ട്രോമ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എത്രമാത്രം ഈ ട്രോമ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചില ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നത് എങ്കിൽ നിങ്ങൾക്കതൊരു വെറും ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കതിനെ ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫോക്കസ് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിലൂടെ ഗ്രാജ്വലി അതിനെ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റും. ചില കാര്യങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് നംനെസ്സിലേക്ക് കൊണ്ടുവരും. അതൊരു ഗ്രോ ഫേസാണ്. സ്പിരിച്വാലിറ്റിയിൽ ഒരു ഗ്രോയിങ് ഫേസാണ് അത്, നംനെസ്. അതിന് നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വിന്നിങ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടിയും വരും. ദിസ് ഈസ് എക്സാക്ട്ലി ദ തിങ്. അതിന് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളോട് ഒരാൾ പറയുകയാണ് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ, നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, നിങ്ങൾ അങ്ങനെ ആയേ പറ്റൂ. നമ്മളെല്ലാവരുടെയും ഗോളൊന്നൊന്നും ആയിരിക്കില്ല. അപ്പം പവിത്ര എന്ന പേഴ്സണിന് ചാരിറ്റിയോട് ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ ഒരാളെ ഹെൽപ്പിംഗ് ആയി ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതെൻ്റെ ഗോളല്ല. ചിലരത് ഭയങ്കര ഡിവോഷനായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫ് പേർപ്പസ് അതായിരിക്കാം. അപ്പം നിങ്ങളെ മറ്റൊരാൾ ഇതും അവരുടെ പർപ്പസും അവരുടെ ലൈഫ് തിങ്സും വെച്ചിട്ട് ഇതിലൂടെ പോകൂ എന്ന് പറയുമ്പോൾ കഴിയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻസിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ എന്താവണമെന്നും നിങ്ങളെങ്ങനെ പുഷ് ചെയ്യണമെന്നും നിങ്ങളെങ്ങനെ ഒന്നിലേക്ക് എത്തിക്കണമെന്നും വ്യക്തമായ ധാരണ യൂണിവേഴ്സിനുണ്ട്. പിന്നെ ചക്ര മെഡിറ്റേഷൻ, ചക്ര ഓപ്പണിങ്, അത് നമ്മുടെ ഓരോരോ ട്രോമ ഹീലിങ്ങിലും നമുക്ക് സംഭവിക്കും. നമ്മളെ ചിലപ്പോൾ ചില ട്രോമാസ് ആയിരിക്കും, നമ്മൾ ചില ബ്രേക്കിംഗ് ആയിരിക്കും. ഒരു ബ്രേക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ ഓപ്പണിങ് വരുന്നത്, അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ചക്ര ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിറ്റേഷനിലൂടെയും എൻ്റെ ചക്രാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ചില ചക്രാസ്. അപ്പം ഈ ചക്ര ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വിയേർഡായിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ആവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വരെ കിട്ടാത്ത സ്റ്റിമുലേഷൻസ് പലതും എനിക്ക് വരുമ്പം എൻ്റെ ഡെലൂഷൻസ് ആണോ, എൻ്റെ പ്രശ്നങ്ങളാണോ, ഞാൻ സ്കീസോഫ്രീനിക് ആണോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ചില സമയത്ത് തോന്നാറുണ്ട്. ഇപ്പം വി ആർ ഹ്യൂമൻസ്. അപ്പം നമുക്ക് ഹ്യൂമൻസിൻ്റേതായ നമ്മളെ പെർസെപ്ഷൻ, നമ്മുടെ ഒരു ബേസിക് നേച്ചർ ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനെയൊക്കെ വിട്ടിട്ട് മുഴുവനായിട്ട് മറ്റൊന്നിലേക്ക് മാറാൻ അതിന് സമയമാകുമ്പം അത് ഇവൻച്വലി അതിലേക്ക് അങ്ങ് വീഴുക ചെയ്യാം. അത് നമ്മളെ ഒന്നും എഫക്റ്റ് ആവാതിരിക്കാൻ നമ്മൾ കല്ലാക്കുന്നതിനേക്കാളും ഭേദം അതിലേക്കൊക്കെ പോയി അതൊക്കെ അനുഭവിച്ച് അതിലൂടെ പോകുമ്പം നമ്മൾ സ്വയമേ തന്നെ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കഴിയുന്നതും അതിലൂടെയൊക്കെ പോകുന്നതാണ് നല്ലത്. ചക്രയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഭ്രാന്തായി പോകും. ആ ഭ്രാന്തിൽ നിന്ന് തിരിച്ചു വന്ന് നിങ്ങളെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് ചക്ര ഓപ്പണിങ്ങിനേക്കാളും വലിയ ടാസ്ക്.
ഐ ഡോണ്ട് നോ എത്ര ചാനലുകൾ നിങ്ങൾക്ക് ഓരോരോ ചക്ര ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രമാത്രം മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് ചക്ര ഓപ്പണിങ് വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് തരാൻ പറ്റുന്ന ഒരാളാണ്. അത് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെയുണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യണം. ഒരിക്കലും അതായത് നിങ്ങൾക്ക് ഒരാളുടെ പാറ്റേൺ അയാളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അയാൾ എങ്ങനെയാണ് പോകുന്നത്. അയാളുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കൂ. ഒരാൾ ഒരുപാട് വ്യൂസ് ഉള്ള അതേ കാര്യത്തിനെ പറ്റിയാണോ വീണ്ടും വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ ദേ ആർ ജസ്റ്റ് മേക്കിംഗ് റവന്യൂ. അതൊരു ബേസിക് തിങ് ആണ്. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത്രേ എനിക്ക് ആ കാര്യത്തിൽ പറഞ്ഞു തരാനുള്ളൂ. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഹീൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. എന്നെ സംബന്ധിച്ച് ഓരോരോ വീഴ്ചയും 6 വീഴ്ചയിൽ ഞാൻ വീഴാറുണ്ട്. ഞാൻ മാക്സിമം എണീച്ച് നടക്കാൻ നോക്കും. ചിലതിൽ സക്സസ് ആവലുണ്ട്, ചിലതിൽ ഇപ്പോഴും മുട്ടിട്ട് എഴുഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ്. ഞാൻ തന്നെ സംബന്ധിച്ച് ഭയങ്കര അതിൽ എത്ര കാലം ഞാൻ എടുക്കും അത് ഹീൽ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഐ ലോസ് മൈ പെറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീഡിയോയിൽ ഞാൻ അവനെ എടുക്കുന്നുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ. അപ്പം മനുഷ്യൻ എത്രമാത്രം ചില സമയത്ത് ഹെൽപ്ലെസ് ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്കില്ലും നമ്മുടെ ഇതൊക്കെ ഒന്നുമല്ലാതായി പോകുന്ന നമ്മൾ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള തിങ്ങിന് നമ്മൾ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ചില സമയത്ത് നമ്മൾ ഒന്നുമല്ല നമുക്ക് തോന്നുന്ന സിറ്റുവേഷനൊക്കെ അതിലൂടെ വരും. ഐ എം സോറി, കുറച്ച് ഇമോഷണലാണ്. ചില സമയത്ത് അത് നമുക്കൊരു ശരിക്കും ഒരു സ്റ്റഡി ആൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. പലരും ഇങ്ങനെ ഇരുന്ന് കരയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു വൈ പീപ്പിൾ ആർ ദിസ് മച്ച് ഇങ്ങനെ. പക്ഷേ ഇപ്പം എനിക്ക് പലതും മനസ്സിലായി അതിനെ കുറിച്ചിട്ടുള്ള. അപ്പം നമ്മൾ ഈ ജേണി എന്നെ മനസ്സിലാക്കലാണ്. പിന്നെ ഞാൻ ഒരിക്കലും അവനെ അടിക്കലൊന്നുമില്ല. പക്ഷേ അവൻ അന്ന് മോർണിംഗിലേ അവൻ ബാൽക്കണിയിൽ നിന്ന് വീഴാനൊരു ശ്രമം സംഭവിക്കാനായപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് പുറത്തേക്ക് ഇട്ടിട്ട് അവൻ്റെ കാലിൽ നല്ലൊരു അടി വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ചില ആക്ഷൻസ് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗോ റെസ്റ്റ് ഇൻ പീസ് എന്ന്. ജസ്റ്റ് എ ഫ്ലിപ്പ് ഓഫ് ടങ് എന്നറിയില്ലേ. പക്ഷേ ചില സമയത്ത് ഗുളികയും കയറുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഹാപ്പൻഡ്. യാ, അപ്പം അതിൽ നിന്ന് ഇനി ഹീൽ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ഹീൽ. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിലും ഉണ്ടായാൽ മതി, ഞാൻ അത് ഹീൽ ചെയ്യും എന്നുള്ളത്. അപ്പം എവൻച്വലി എല്ലാം ഹീലാവും. എൻ്റെ ഒരു അഡിക്റ്റീവ് സ്പോട്ടുണ്ട്, വയനാട് 4th ബെൻഡ്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കുറേയൊക്കെ ഹീലിംഗ് പ്രോസസ്സ് നടക്കും. ഇന്നലെ അത്രയൊന്നും അത് വർക്കായില്ല. ചിലപ്പോൾ 2-3 തവണ പോകേണ്ടി വരുമായിരിക്കും. നോക്കാം. അപ്പം അടുത്തൊരു ഇത്, എല്ലാം കർമ്മയാണ്. അപ്പം ന്യൂ കർമ്മ ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പം നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരും. നമ്മൾ ചില കാര്യങ്ങൾ ശരിയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. അപ്പം നമുക്ക് തോന്നും എവറിത്തിങ് ഈസ് കർമ്മ. ഒരു സില്ലി ഇത് കാര്യം നടക്കുന്നത് പോലും കർമ്മയുടെ ഇതാണ്. അപ്പം നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഇപ്പം 2 പേര് സ്നേഹിക്കുന്നതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ 3ാമത് ആൾക്ക് എന്തിനാ? ഓഫ് കോഴ്സ് നോട്ട്. അതുണ്ടാവാനും പാടില്ല. അപ്പോൾ പക്ഷേ ഇപ്പം ഒരാൾ അയാളുടെ ലോകമാണെന്ന് വിചാരിക്കുന്ന ഒരാളിൽ മറ്റൊരാൾ പെട്ടെന്ന് അവിഹിതത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന് അവരുടെ സന്തോഷമാണെന്നല്ല, ഇവരോട് ചെയ്യുന്ന ചതിയാണെന്നാണ് തോന്നുക. ഇപ്പുറത്തെ സൈഡിൽ ഞാനും ഒരു സമയത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു. അത് ഓരോരുത്തരുടെ ഫീലിങ്സ്, അത് അവർ ടേക്ക് കെയർ ചെയ്യേണ്ട പാർട്ടാണ്, നമ്മൾ ആ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ അത് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ്. ബട്ട് നമ്മൾ അവരെ ചീറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് മാറി സ്വയം ഗിൽറ്റി ഉണ്ടാക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. സേ ഐ ഡോണ്ട് വാണ്ട് യു. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പ്ലഷർ തരുന്നില്ല. പിന്നെ ഫോർ സം സേക്ക് യു നീഡ് ദാറ്റ് പേഴ്സൺ. ഫോർ ഫിനാൻഷ്യലി യു ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഫ്രം ഹിം. പിന്നെ ഫോർ ഫാമിലി യു ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജസ്. പിന്നെ കിഡ്സിന് വേണ്ടി ജീവിക്കുന്നു. കമോൺ, ഇതൊക്കെ മുടന്ത ന്യായങ്ങളാണ്. അതൊന്നും മറ്റൊരാളെ വിഷമിപ്പിക്കാനുള്ള അപ്പം സ്പിരിച്വലി പറയുമ്പം നിങ്ങളെ ഒന്നും ഹോണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികളും ഹോണ്ട് ചെയ്യാൻ പാടില്ല.
നിങ്ങളെ സർക്കംസ്റ്റാൻസ് ഹോണ്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഫാമിലി നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ പാടില്ല. അപ്പം ബാക്കി എല്ലാത്തിനും ഒരാളെ റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം ഞാൻ പുറത്ത് പോകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേസമയം തന്നെ പുറത്തും അവിടെ എവിടെയൊക്കെ പോയിട്ട് നിന്നിട്ട് ഇവിടെ വരുന്ന സമയത്തും ഫ്രണ്ട്സുകളോട് എൻജോയ് ചെയ്തിട്ട് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ നിങ്ങളെ മാത്രം സ്നേഹിച്ച്, അവർക്കും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, ദേ വിൽ ഗോ ഫോർ ലവ്. അത് ചിലപ്പം സ്നേഹം പോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നൊരു സമയത്ത് മോസ്റ്റ്ലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനത്തെ ഒരു പെയിനാണ് കിട്ടാൻ പോകുന്നത്. ആ പെയിന് വേണ്ടി നിങ്ങളത് ചെയ്ത് സ്വയം ഇല്ലാണ്ടാവുന്നതിനോട് സ്വയം ഒന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരും ആലോചിക്കുക എല്ലാവർക്കും ലവ് വേണമെന്നുള്ളത്. അത് ഒന്നും അത് പ്രോപ്പറായിട്ട്, അതുകൊണ്ടാണ് എങ്ങനെ ലവ് ചെയ്യണമെന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം വാട്ട് ഇഫ് ഒരു പാർട്ട്ണർ മാത്രം ഇതെല്ലാം ചെയ്തു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ചോയ്സ് എടുത്തു, യെസ് യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഇന്ന കാര്യങ്ങൾ ഉണ്ട്, ഇന്നതിലൂടെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്നെ ജസ്റ്റിഫൈ ചെയ്യുമെന്നല്ല, ദിസ് ഈസ് വാട്ട് ഐ എക്സ്പ്രസ്ഡ് അതിൽ. അപ്പം ഞാൻ അതും നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. എന്ത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്ക്, എന്നിട്ട് അവർ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത്, അല്ലാതെ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞെന്ന കാര്യമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്താണ്. അതായത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾ പോവില്ല. അങ്ങനെ ഒരാൾ പോവുകയാണ്, അയാളെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് പറഞ്ഞ കാര്യം. അത് കംപ്ലീറ്റഡ് ആയിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയില്ല എന്ന് തോന്നുന്നു. പിന്നെ എവറിത്തിങ് ഈസ് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പം യെസ് കർമ്മയാണ്, എവറിത്തിങ് ഈസ് കർമ്മ. ഇപ്പം ന്യൂ കർമ്മ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കും ഒരു സമയത്ത് തോന്നിയിട്ടുണ്ട് എവറിത്തിങ് ഈസ് കർമ്മ. പക്ഷെ ന്യൂ കർമാസും ഉണ്ട്, ന്യൂ മീറ്റപ്സും ഉണ്ട്. നമ്മളെ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ ടെസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. നമ്മളെ ടെസ്റ്റിംഗ് പ്രോസസ്സും നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ വിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഫെയിലായിപ്പോവും. ശരിയാണ്. അപ്പം ഞാൻ അതിൽ തിരിച്ചു ചോദിച്ചു, അപ്പം എല്ലാം കർമ്മയല്ലേ? അപ്പോൾ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും കൊലപാതകങ്ങളും ഒക്കെ കർമ്മയല്ലേ? യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് കർമ്മ. യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് കർമ്മ അൺടിൽ ഇറ്റ് ബീറ്റ് യുവർ ഹോം. അതുവരെ അത് കർമ്മയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞത് വലിയ പ്രശ്നമാണ്. അപ്പം അതും അങ്ങനെയുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് എൻ്റെ ഒരു 5-6 വയസ്സിലൊരു കൊച്ചിന് ഒരാൾ ബലാത്സംഗം ചെയ്താലും അത് കർമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുമെങ്കിൽ അയാൾക്കെതിരെ കേസ് നിങ്ങൾ കൊടുക്കാൻ പോവില്ല എങ്കിൽ, അങ്ങനെ ബ്രൂട്ടലി കൊലപാതകത്തിലെത്തിയിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ നിങ്ങൾ വില്ലിങ് അല്ലാതെ അവളുടെ കർമ്മയാണ്, അവളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിങ്ങളുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനല്ല. ചില കാര്യങ്ങൾ ചിലപ്പം അതിനെതിരെ പ്രവർത്തിക്കലോ ചിലപ്പം അതിനെതിരെ നിൽക്കലോ, നമ്മുടെ ചില ക്രൂവാലിറ്റിക്കെതിരെ ലീഡ് ചെയ്യലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കർമ്മം. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിലൊന്നും ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ കർമ്മയും അതും ഇതൊക്കെ പറയുന്നത് പലതിൻ്റെയും സപ്പോർട്ടോടുകൂടിയാണ്. നിങ്ങളുടെ മിലിറ്ററി ഫോഴ്സസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പോലീസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ആർക്കും ആരെയും കയറി എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക്, അതായത് നിങ്ങളുടെ മൊറാലിറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ തന്നെ പലരും ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. ഞാനും ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, പറ്റുന്നവൻ ജീവിക്കും, ഇതാണ് കാടത്തം, അങ്ങനെ ഇതൊക്കെ ശരിയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ സോഷ്യലിയും കൂടി ബോണ്ടഡ് ആയിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളെ ചുറ്റും നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു ബെസ്റ്റ് ആവുന്നത്. പിന്നെ ഒരു പീരീഡ് ടൈം കഴിയുമ്പം നമ്മൾ മനസ്സിലാക്കും നമ്മൾ ആ ഒരു മോഡൽ നമ്മൾ ഡിസ്ട്രക്ഷൻ മോഡലാണ്. എല്ലാം എന്തും സംഭവിക്കട്ടെ, ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഡിസ്ട്രക്ഷനെ നമ്മൾ ശക്തി, അതായത് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ശിവൻ നമ്മളെ ശക്തിയും ശാന്തിയും ഒക്കെ കൊണ്ട് നമ്മൾ ഒരു പൊസിഷനിലെത്തിക്കും. വളരെ കാമായിട്ടുള്ള പീസായിട്ടുള്ള ഭയങ്കര ലവബിളായിട്ടുള്ള പാർവതി ശൈവം അതിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ജേണിയാണല്ലോ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേണി. അപ്പം ആ പ്ലേസിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ തോട്ട് മാറും. അപ്പം ആ തോട്ട് പക്ഷേ ഈ ഇനീഷ്യലി ഉണ്ടാക്കുന്ന ആ തോട്ട് നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ ശൈവമാണെന്നും നിങ്ങൾ പ്രൊട്ടക്ടറാണെന്നും ഡിസ്ട്രക്ടർ അല്ലെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു സമയത്ത് യു വിൽ സ്റ്റാർട്ട് ടു ഒരു ഫുൾ പീസ്ഫുൾ ലവ് ആയിട്ടുള്ള ഒരു ടോണിലേക്ക് നിങ്ങൾ മാറും. അപ്പം അങ്ങനെയും ഉണ്ട്.
അപ്പം അതും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, എക്സ്ട്രാ മിലിറ്ററി അഫയേഴ്സ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എവിടെയാണ് പറഞ്ഞത്? ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സ്നേഹിക്കാം. പക്ഷേ കൂടെയുള്ള ആൾക്കാരെ ചതിച്ചുകൊണ്ട് വേണ്ടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾക്ക് ചതിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചതിച്ചോളൂ. പക്ഷേ അത് ചതിയാണ്, ലീഗലി അത് ചതിയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്നിട്ട് അവരെന്നെ ചതിച്ചു എന്ന് പറയുന്നതിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഗോ ടു ലീഗലി, യു ആർ ലീഗലി ബോണ്ടഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇതാണ് വാട്ട് ഐ വാസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഓൾ ദാറ്റ് വീഡിയോ. അപ്പം ത്രൂ ഔട്ട് ദാറ്റ് വീഡിയോ, സോറി. അപ്പം ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒന്നുകൂടെ ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഐ ഫോർഗോട്ട് ദാറ്റ് ആക്ച്വലി. അത് വേണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ആ സ്റ്റെബിലൈസേഷനിലേക്ക് വരുന്നേ ഉള്ളൂ. ഓരോരോ സമയത്ത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ സ്റ്റെബിലൈസേഷനിലേക്ക് ഇങ്ങനെ പോകാൻ ഒരു ബ്രേക്ക് വരും, പിന്നെ അടുത്ത പിന്നെയും ഒരു ബ്രേക്ക് വരും, വീണ്ടും അടുത്ത സ്റ്റെബിലൈസ് ചെയ്ത് പോകും. പിന്നെ ലവ് ചെയ്യുന്നതും സെക്സ് ചെയ്യുന്നതും ഒന്നും തെറ്റാണെന്ന് അഭിപ്രായമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ പുറത്ത് പോകുമ്പം അയാൾ പോയത് അയാളുടെ കുറ്റമാണെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ സ്വയം നിങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിരുന്നോ എന്ന് ആലോചിക്കാനാണ് പറഞ്ഞത്. അത് പോകുമ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആലോചിക്കണം, പോയി കഴിഞ്ഞാലും ഇയാൾ മറ്റേ ആൾ തരുന്നതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടോ, കുറച്ച് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ആവുമോ എന്ന് നിങ്ങളും ആലോചിക്കണം. ഇതാണ് ഞാൻ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പിന്നെ ചിലർക്ക് ഇത് കണ്ടിട്ട് ശിവ കണ്ടെന്ന് തോന്നി, ഇത് കണ്ട് തന്നെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള ഫീല്. അപ്പം അങ്ങനെയുള്ളൊരിതൊന്നും കാണാണ്ടിരിക്കുക. അപ്പോൾ ശരി, ബൈ.